ഹായ്, എല്ലാവർക്കും ഫുഡ് ഫെറിയ ആൻഡ് വ്ളോഗ്സിലെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പെപ്പർ ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. ഇതിന് ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ് നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു കിലോ ചിക്കൻ കൊണ്ടുള്ള പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാനതിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഡീപ്പ് ഫ്രൈ വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ എണ്ണയിൽ തന്നെ, ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഞാൻ 2 രീതിയിലും വെക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 3 സവോള ഞാൻ കനം കുറച്ച് നോക്കിയതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സവോള നന്നായിട്ട് വഴന്ന് കിട്ടില്ല നമുക്ക്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി 1 ടേബിൾ സ്പൂൺ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സവോള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്കായിട്ടിരിക്കുകയുള്ളൂ ഗ്രേവി. നന്നായി വഴന്ന് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയാണ്. അത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ തക്കാളി നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കിയിടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ടിരിക്കുന്നതിന് ഈ തക്കാളി ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ തക്കാളി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പെപ്പർ പൗഡർ മാത്രമാണ് ചേർക്കുന്നത്.
ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, ഇപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ പെപ്പർ പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല എരിവുള്ള പെപ്പർ പൗഡറാണ്, വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ പെപ്പറിൻ്റെ കുരുമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലകൾ മല്ലിപ്പൊടിയും പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് ഇതിൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഈ ചിക്കനൊന്ന് നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഒന്നും കൂടെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ, ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതാണ്, അതൊരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോറിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അരച്ചിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴും അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവും കൂടെ നോക്കിയിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, കുരുമുളകിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുണ്ട് കേട്ടോ, അപ്പം പിന്നെ ഇനി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലിങ്ങനെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം ഇത്ര ഈസിയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.